വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ നാളെ ഫങ്ഷനാണ്, ഓണ സെലിബ്രേഷൻ, ഓണാഘോഷം. അപ്പം ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ചെല്ലണമായിരുന്നു. തിരുവാതിരയുടെ പ്രാക്ടീസ് ഒന്നുകൂടെ ചെയ്തു, ഏകദേശമായി. പിന്നെ ഞാൻ ബാക്കിയുള്ളവരൊന്നും ഇല്ല. പിന്നെന്തോ ഡാൻസൊക്കെ ഉണ്ട്, വേറെ ടീച്ചറും കുറേ കുട്ടികളൊക്കെ ആയിട്ട്. ടീച്ചർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പം കുട്ടികളുമായിട്ട് അവർ ചേരുമല്ലോ. അങ്ങനെ ഏതൊക്കെയോ കുറേ പാട്ടൊക്കെ ഇട്ട് അവരെല്ലാം കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. നാളെ എന്താകുമെന്നറിയില്ല. മാവേലിയെ കണ്ടു, നാളെ മാവേലിയായിട്ട് ഒരുങ്ങാനുള്ള ആളിനെ കണ്ടു. അവൻ പക്ഷേ ഹാപ്പിയാണ്. അന്ന് ഒരു ഫീലൊക്കെ തോന്നിയിട്ടുണ്ടെന്ന്, ചിലർക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹാപ്പിയാണ്. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കുറച്ച് നേരത്തെ കാര്യമല്ലോ, എല്ലാവരും ഇത് കണ്ട് ഞാൻ കഴിയുമ്പോഴത്തേക്കും കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് നിനക്ക് വേറെ വേഷത്തിൽ നടക്കാം ഇവിടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആൾ ഹാപ്പിയാണ്. എന്തോ എവിടാ മോങ്കുട്ട? നമുക്ക് നാളെ പോകണം. അപ്പം പൂവൊക്കെ ഞാൻ ഇന്ന് തന്നെ വാങ്ങിക്കുന്നതിനെ കുറിച്ചൊക്കെ സാറിനോട് പറഞ്ഞ സാർ ഏതായാലും പൂവെല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരയ്ക്കണമല്ലോ, ടൈലല്ലേ വരയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കേടുള്ള കാര്യമാണ്. അപ്പം ഞാനോർത്ത് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് പിള്ളേരെ കൊണ്ടുപോകും. അങ്ങനെ പിള്ളേർ അതെല്ലാം വരയ്ക്കുകയാണ്. ഡിസൈൻ ഏതായാലും ഏകദേശമായി. വരച്ച് കഴിഞ്ഞ് പിന്നെ നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഇട്ടാൽ മതിയല്ലോ, കാരണം ഇത്തിരി താമസമുള്ള പരിപാടിയാണ്. ഏതായാലും അതായി. പിന്നെന്താണ്, എനിക്ക് ഇപ്പം മുല്ലപ്പൂ കെട്ടിയത് എല്ലാവർക്കും കൊണ്ടുപോകണം. ഞാൻ ഇത്തിരി നേരം വെയിറ്റ് ചെയ്ത്, നമ്മൾ 7:15 വരെ നമ്മൾ അവിടെ ഇരിക്കുന്നതാണ് ട്യൂഷൻ. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ പോകണമല്ലോ. ഞാൻ പറഞ്ഞു സാറേ എൻ്റെത് സാറ് പൂ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് കൊണ്ടു തന്നേരം, ഞങ്ങൾ രാവിലെ അതൊക്കെ വെച്ച് കുഞ്ഞിനെ റെഡിയാക്കിയൊക്കെ വരണ്ടേ, അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് പോയി അത് കൊണ്ട് തന്നു. എന്താ പറയുക, സീസൺ അല്ലല്ലോ ഇപ്പോഴത്തെ, ഒരു ചെറിയ പൂക്കളാണ്. പക്ഷേ കൊണ്ടുവന്നതായാലും ഞങ്ങൾ അത് നാളെ അതൊക്കെ വെച്ച് പോകണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓണമല്ലേ, വർഷത്തിലൊരിക്കലല്ലേ. 40 രൂപ ഒരു മുഴം പൂവിന്. ചില സമയത്തൊന്നും 30 ഉള്ളെന്ന് പറയുന്നത്. അതായത് ഇന്നൊക്കെ അതിന് വില കൂടും. നാളെ ഉച്ചയ്ക്കൊക്കെ സമയത്തൊക്കെ പൂവുണ്ടെങ്കിൽ 30 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ ഇന്നേതായാലും 40 രൂപയായിരുന്നു. എനിക്ക് 2 പറഞ്ഞു, 2 മുഴം, അവൾക്കൊരു മുഴം വാങ്ങിച്ചു. അങ്ങനെ 3 മുഴം, 4 12, 120 രൂപ അങ്ങനെ പോയി കിട്ടി. പിന്നെ അവൾക്ക് 120 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയ എമൗണ്ടല്ലേ, വർഷത്തിലൊരിക്കലും നമ്മൾ ചിലവാക്കുന്നതല്ലേ. അപ്പോൾ പൂവിനൊക്കെ എല്ലാവർക്കും ഡിമാൻഡാണല്ലോ. ലൂസൊന്നും കിട്ടാനില്ല. ലൂസ് കിട്ടിയിരുന്നെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതായിട്ട് വെച്ചേനെ. എന്നാലും ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നാളെ എങ്ങനെയൊക്കെ ആകും എന്നുള്ള ഇതാണ്. പരിപാടിയിലൊക്കെ പങ്കെടുക്കണം, മോങ്കുട്ടൻ്റെ പാട്ട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നാളെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ ബാക്കി നാളെ വൈകുന്നേരം പറയാം. അപ്പം നാളെ കൊണ്ട് എല്ലാ ഇതും കഴിഞ്ഞു. ട്യൂഷനുള്ള 2 പിള്ളേരെ ഇന്ന് എടുത്ത് തീർത്തു. ഇനിയും ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ട്യൂഷൻ സെൻറ്ററിലും നാളത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയും ഓണം കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സേ ഉള്ളൂ. അതുവരെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പം കൂടുതൽ ലോങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഓണപ്പരിപാടി ഉണ്ട്, അതിന് പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് വച്ചിരിക്കുകയാണ്. പിന്നെ മഴ കാലാവസ്ഥ എന്താകുമെന്ന് ഒരു പിടുത്തവുമില്ല. അതിനെ അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യം അല്ലേ. അപ്പം ബാക്കി നാളെ ഓക്കെ.